പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട CM വലിയുള്ള മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വലിയ സന്ദേശമുണ്ട്. എന്താണത്? അത്തവക്കുലു അലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേലിൽ ഭരമേൽപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഖൈറും ശർറുമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവൻ. പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് അല്ലാഹുവിൽ നിന്നുള്ളതാണ് എനിക്ക് വന്ന ഖൈറുകളും ഞാൻ അനുഭവിക്കുന്ന ശർറുകളുമെല്ലാം എന്ന ഉറച്ച വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ ഏതൊരു മുഅ്മിനായ മനുഷ്യനും ഏത് സമയത്തും ഉണ്ടാവേണ്ടത്. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി എല്ലാം അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതമായിരുന്നു. അതല്ലേ അല്ലാഹുവിൽ നല്ല പ്രതീക്ഷയാണ്. അതാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസിനുണ്ട്, ആരെങ്കിലും എന്നെ കൊണ്ട് നല്ല പ്രതീക്ഷ, ശുഭലക്ഷണത്തോടെ ശുഭപ്രതീക്ഷയോടെ ആര് എന്നെ സമീപിക്കുന്നുവോ, എന്നെ കാണുന്നുവോ, അവന്റെ കൂടെ ഞാനുണ്ടെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഏത് സമയത്തും ഉണ്ടാവേണ്ട ചിന്ത എന്താണ്? എന്റെ റബ്ബ് എന്നെ കുഴക്കൂല, എന്റെ റബ്ബ് എന്നെ നിരാശപ്പെടുത്തൂല, എന്റെ റബ്ബ് എന്റെ എല്ലാ ഖൈറിലും ഉണ്ടാകും. എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ എന്റെ റബ്ബ് എന്നെ പ്രയാസപ്പെടുത്തൂല. എന്തെങ്കിലും ഒരു ഖൈർ എന്റെ റബ്ബ് കണക്കാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ഏത് കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നുവോ, നാം സമീപിക്കുന്നുവോ, ആ കാര്യം നമുക്ക് ഖൈറായി വരും. പ്രിയപ്പെട്ടവരെ, എത്രയോ സംഭവങ്ങൾ മുത്തവക്കിലീങ്ങളായ ആളുകൾ അഥവാ തവക്കുല് അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചവരാണല്ലോ അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം അൽ ഖൈറു വശർറു കുല്ലുഹു മിനല്ലാഹ്. ഏത് ഖൈറായ കാര്യങ്ങളും ഏത് ശർറായ കാര്യങ്ങളും അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അവരല്ലാഹുവിനെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹുവിനെ ആര് ഭയപ്പെടുന്നുവോ അവനെ എല്ലാ സൃഷ്ടികളും ഭയപ്പെടുന്നതാണ്. ആര് റബ്ബിനെ ഭയപ്പെടുന്നുവോ അല്ലാഹു എല്ലാ സൃഷ്ടികളും അവനെ ഭയപ്പെടുകയാണ്. അല്ലാഹുവിൽ തവക്കുലായിട്ടുള്ളൊരു ജീവിതം, സുബ്ഹാനല്ലാഹ്, ആ ജീവിതത്തിന് എന്തൊരു ഭംഗിയായിരിക്കും, എന്ത് രസമായിരിക്കും ആ ജീവിതം. അതല്ലേ ഔലിയാക്കളുടെ ജീവിതം. അവർ ദുന്യാവിൽ അവർ സന്തുഷ്ടരായി ജീവിച്ചവരാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയം അല്ലാഹുവിന്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഒരു പേടിയുമില്ല. വലാഹും യഹ്സനൂൻ, അവര് വരും കാലത്തെ കുറിച്ച് ഉത്കണ്ഠാകുലരല്ല, ആശങ്ക അവർക്കില്ല. നാളെ എന്താകും ആശങ്ക അവർക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വഭാവം. ഔലിയാക്കളിൽ നിന്ന്, ശൈഖുനാ CM വലിയുല്ലാഹിൽ നിന്ന് നാം പഠിക്കേണ്ടുന്ന ഒരു പാഠം അതാണ്. എന്റെ എല്ലാ കാര്യങ്ങളും ജഗന്തിയന്താവായ റബ്ബുൽ ഇസ്സത്തിലേക്ക് സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയത്തില് മനുഷ്യരാണ് പൊതുവെ വളരെ പിന്നിലുള്ളത്. നോക്കൂ, ഒരു മൃഗം, ഒരു പൂച്ച, തന്റെ പൂച്ച കുഞ്ഞുങ്ങൾ ആ പൂച്ചക്ക് ഉണ്ടാകുമ്പോ
ആ കുഞ്ഞുങ്ങൾ വിശക്കുന്ന സമയത്ത് ആ പൂച്ച അതാ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയാണ്. വിശക്കുമ്പോ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു. എല്ലാ മൃഗങ്ങളും പക്ഷികളും അങ്ങനെയാണ്. എല്ലാ ദിവസവും രാവിലെ ആ ഇര തേടി പക്ഷി പോകുന്നു. ആ പക്ഷിക്ക് റേഷൻ ഇല്ലല്ലോ, ആ പക്ഷിക്ക് ഇൻഷുറൻസ് പരിരക്ഷയില്ല, ആ പക്ഷിക്ക് അതാ ഒരു നിലക്കുള്ള പ്രൊട്ടക്ഷനുമില്ല, ഐഡന്റിറ്റി കാർഡില്ല, റേഷൻ കാർഡില്ല, ലൈസൻസ് ഇല്ല. പക്ഷേ ആ പക്ഷികളും മൃഗങ്ങളും ഈ ലോകത്ത് സുന്ദരമായി ജീവിച്ചു പോകുന്നത് അവർക്കുള്ള തവക്കുലാണ്. വെറും കൈയോടെ പോവുകയാണ് രാവിലെ പക്ഷികള്. ആ പക്ഷിക്കൂടിൽ നിന്ന് വെറും കൈയോടെ പോവുകയാണ്. അതാ മടങ്ങി വരുമ്പോൾ നിറകൈയോടെ കൂട്ടിലേക്ക് പ്രതീക്ഷയോടെ വായ പൊളിച്ചു നിൽക്കുന്ന കുഞ്ഞുമക്കളിലേക്ക്, ആ ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങളിലേക്ക് അതാ തള്ളപ്പക്ഷി അതാ ഇര കൊണ്ടുവന്ന് ആ തന്റെ മക്കളുടെ ആ കുക്കിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഒരു പ്രതീക്ഷയില്ല, പോയി നോക്കെന്നെ റബ്ബ് കുഴക്കൂല എന്ന വിശ്വാസം പക്ഷിക്കുണ്ട്, അല്ലെങ്കിൽ ആ നിലക്കുള്ള തവക്കുൽ പക്ഷിക്കുണ്ട്. പക്ഷിയെ പടച്ചത് റബ്ബാണ്.